കോൺഗ്രസിൽ നിന്ന് തഴയപ്പെട്ടത് മാറി BJP-യിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി വെളിച്ചം കിട്ടിയതുപോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കൊരു ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യവും പിന്നെ സ്ത്രീകളോട് കുറച്ചും കൂടിയും റെസ്പെക്റ്റായിട്ട് പെരുമാറുന്ന ഒരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം. ജോലി ചെയ്യാൻ അത് ഒരു കംഫർട്ട് നമുക്ക് വേണം ഏതിൽ. അതെനിക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. മനസ്സിന് സന്തോഷമുണ്ട്. പലരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഓ ചേച്ചിയുടെ മുഖത്തെ ടെൻഷനൊക്കെ മാറി ഇപ്പോൾ ഹാപ്പി ആയിരിക്കണം. ഞാൻ പറഞ്ഞു അതാണ് ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു ഞാൻ. ഈ പക്ഷെ BJP-യിലേക്കുള്ള ഈ മാറ്റത്തിനെ ആളുകൾ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു, ഈ തീരുമാനത്തെ. ആ തീരുമാനം എടുത്തതിൻ്റെ തലേദിവസം രാത്രി പത്മജ വേണുഗോപാൽ എന്ന വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നുപോയത് എന്തൊക്കെയാണ്? ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാനിത് കുറേ നാളുകളായിട്ട് പാർട്ടിയെ വേണ്ട, കോൺഗ്രസും വേണ്ട, രാഷ്ട്രീയം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിരുന്നു. കാരണം ഈ തൃശ്ശൂരത്തെ എൻ്റെ തോൽവി കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടു. 900 വോട്ടിന് അത് ചെയ്തത് കോൺഗ്രസ്സുകാരാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഞാൻ വല്ലാതെ തകർന്നു പോയി. ആദ്യം ഞാനിത് കേട്ടിരുന്നു ഇങ്ങനൊരു, പക്ഷെ അത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇതെനിക്ക് അനുഭവത്തിൽ കൂടെ വന്നു. ഞാനത് കാരണം ഇപ്രാവശ്യം നല്ലോണം ശ്രദ്ധിച്ചു ആരെ എവിടേക്ക് എന്താണെന്നൊക്കെ. അപ്പോൾ എനിക്ക് ആരൊക്കെയാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. പക്ഷെ അവർ കാലുവാരിയത് ആലോചിച്ചാൽ ഞാൻ ഇത്ര വോട്ടിനൊന്നുമല്ല തോക്കേണ്ടത്. പക്ഷെ തൃശ്ശൂരിലെ ജനങ്ങൾ, ഈ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ജനങ്ങൾ എന്നെ സഹായിച്ചുകൊണ്ട്, കാരണം ഞാൻ ഏത് കടയിൽ പോയാൽ പോലും അവർ പറയും, ചേച്ചി ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ വോട്ട് ചേച്ചിക്കാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയതാണ്. അപ്പം ഞാനും വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. അത്രയും പണിയെടുക്കുകയും ചെയ്തു. 10 കൊല്ലം ഞാൻ തൃശ്ശൂർ എന്നതിന് വേണ്ടി ജോലി എടുത്ത ആളാണ്. അത് കഴിഞ്ഞ് ആ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ മാനസികമായിട്ട് ഞാൻ തകർന്നു. പക്ഷെ എന്നിട്ടും ഞാൻ കോൺഗ്രസ്സിൽ തന്നെ തുടർന്നു. പക്ഷെ എന്നെ പുകച്ച് പുറത്ത് അടിക്കാൻ ഒരു വിഭാഗം ആൾക്കാർ, എല്ലാ കോൺഗ്രസ്സുകാരെയും ഞാൻ കുറ്റം പറയില്ല, അവിടുത്തെ ജനങ്ങളെയും ഞാൻ കുറ്റം പറയില്ല, കാരണം ഞാൻ തൃശ്ശൂരുകാരിയാണ്. അവരെല്ലാവരും കൂടി അപമാനിക്കുക, നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരുമാതിരി കളിയാക്കിയുള്ള വർത്തമാനം പറയുക. അതൊരു എന്താ പറയുക, സംഘടിതമായിട്ടുള്ള, എനിക്ക് മനസ്സിലായി ഏതൊരു വിഭാഗത്തിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പലരോടും കംപ്ലൈൻറ്റ് പറഞ്ഞു, നേതൃത്വത്തിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. പക്ഷെ ആരും അത് കേട്ടില്ല. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പത്മജ വേണുഗോപാൽ എന്ത് സഹിച്ചും ഇവിടെ ചവിട്ടും കുത്തും കൊണ്ട് കിടന്നോളും. കാരണം കെ കരുണാകരൻ പാർട്ടി വിട്ട് പോയപ്പോൾ പോലും പോവാത്ത ആളാണ് ഞാൻ. അത് അത്രയും എനിക്ക് ഈ പാർട്ടിയോടൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ കുറേ നാളുകളായി, എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞൊരു 2.5-3 കൊല്ലത്തിലേശം പിടിച്ചു നിന്നു അതിൽ. പക്ഷെ തീരെ മുന്നോട്ട് പോകാൻ പറ്റാണ്ടായി. അല്ലാണ്ട് എനിക്കൊരു സ്ഥാനം കിട്ടാനോ, കാരണം സ്ഥാനങ്ങളൊക്കെ തരും ഇവർ, സ്ഥാനങ്ങൾ തരും എന്നല്ലാണ്ട് അത് എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇവരുണ്ടാക്കി തരില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതേമാതിരി എന്തെങ്കിലും എനിക്ക് അർഹതപ്പെട്ടത് വന്നാൽ പറയും അത് കെ മുരളീധരന് കൊടുത്തു, ആങ്ങളയ്ക്കും പെങ്ങളക്കും കൊടുക്കണ്ട, നല്ല ആൾക്കാരാണ് പറയണത്. ഈ പറഞ്ഞ മാതിരി ഇവിടെ എല്ലാ കുടുംബം മൊത്തം രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ് ഇത് പറയണത്. അപ്പോൾ അങ്ങനെയായപ്പോൾ എനിക്ക് തോന്നി മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യണതാണ് എന്നുള്ള കാര്യങ്ങൾ. അതിൽ 1-2 പേര് എന്നെ സഹായിക്കാനുണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ അവർക്ക് മുകളിൽ നിന്നുള്ള അനുവാദമില്ല അത് ചെയ്യും, കേരളത്തിലെ തന്നെ ആൾക്കാർ. അപ്പോൾ അവർ ഓരോ ഇതിനും എന്നെ ഇട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം KPC വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന എന്നെ പിടിച്ചിട്ട് നേരെ KPC എക്സിക്യൂട്ടീവിലേക്ക് ഇട്ടു. എന്ത് ഞാൻ തെറ്റ് ചെയ്തിട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞ വാക്കുകളും ഞാൻ അറിഞ്ഞു, അതായത് അവരവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഓരോന്നിനും ഇപ്പം നമ്മൾ എൻ്റെ ഒരു മണ്ഡലത്തിലെ പ്രസിഡന്റിനെ വെക്കാൻ പറഞ്ഞ ഒരു നേതാവ് പറഞ്ഞത്, ഈ സ്ത്രീക്ക് എല്ലാം വേണം, എല്ലാ സ്ത്രീക്ക് തന്നെ വേണം. 10-21 മണ്ഡലം പ്രസിഡന്റ്മാരെ കിട്ടിയ ഒരു നേതാവാണ് അവിടെ ഇരുന്ന് പറയണത്. ഞാൻ ഒരു മണ്ഡലം ചോദിച്ചതിന് ആ മണ്ഡലം പ്രസിഡന്റാച്ചാൽ എൻ്റെ ഇലക്ഷന് തീരെ ഇറങ്ങിയില്ല. ഞാൻ നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ വരില്ല, ഈ സിനിമയിലെ കാണുന്ന കൈയൊക്കെ കിട്ടി ഞാൻ ഇതിൽ പോകുമ്പോൾ എന്നെ അങ്ങനെ നോക്കിയിട്ട് ഒരുമാതിരി പുച്ഛഭാവത്തിൽ നിന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അയാളെ മാറ്റണം, മാറ്റി ഞാൻ പറയുന്ന ആളെ വേണ്ട, നിങ്ങൾ ആരെ വേണമെങ്കിലും വെച്ചോ, അയാളെ മാറ്റണം. കാരണം വ്യക്തമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം. അപ്പോൾ സമ്മതിക്കില്ല, അപ്പോൾ വാശി നേതാക്കന്മാർക്ക്, അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാണ്, അവർ പറഞ്ഞ ആളെ നമ്മൾ തട്ടണമെന്നുള്ള. അങ്ങനെ ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞ കേട്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും എന്നെ ഇട്ടിട്ട് അവർ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിൽ ഞാനൊരു 2.5 കൊല്ലം എടുത്ത തീരുമാനം ഇപ്പം ഞാൻ നടപ്പിലാക്കാമെന്ന്. ഞാൻ പാർട്ടിയിൽ നിന്ന് പോവാന്നുള്ള തീരുമാനം എടുത്തിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ അങ്ങനെ പോണേ, എനിക്ക് അത്യാവശ്യം അങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള ആളാണ്.
ആ പാർട്ടിയിൽ എൻ്റെ സഹോദരനുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ കഴിവുകളൊന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എവിടെയെങ്കിലും വെച്ച് വഴിക്ക് വെച്ച് ഞാൻ എൻ്റെ കുറച്ച് മനസ്സിലൊരു സഹോദര സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഓരോ ഭാഗം ഞാനൊരു ചവിടുപ്പിന്നിലേക്ക് വയ്ക്കും. ഇതാ ഞാൻ പറഞ്ഞു വേറെ പാർട്ടി പോയാൽ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. രണ്ടുപേരും രണ്ട് പാർട്ടിയിൽ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജോലി എടുക്കാം. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, എനിക്ക് പണ്ടിങ്ങനെ മോദിയുടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഏതിൽ പോകണം എന്ത് പോകണം എന്നൊരു ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ തീരുമാനമെടുത്തത്. ഒരു രാത്രി കൊണ്ട്. എൻ്റെ ഭർത്താവിന് പോലും സത്യം പറഞ്ഞാൽ ഭർത്താവിനോട് ആ സമയത്ത് ഞാൻ പറഞ്ഞു എന്നല്ലാണ്ട് എൻ്റെ തീരുമാനത്തിൽ ആരുമല്ല, ഞാൻ തന്നെയാണ് തീരുമാനം എടുത്തത്. അത് കഴിഞ്ഞ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെ വാഗ്ദാനം. ഞാൻ ഒരു വാഗ്ദാനത്തെ എനിക്ക് മനസ്സമാനമായിട്ട് ജീവിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് എനിക്ക് സ്ഥാനമൊന്നും കിട്ടാണ്ടല്ല ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ജനിച്ചു വീണത് കെ കരുണാകരൻ്റെ MLA മകളായിട്ടാണ്. വെറും കെ കരുണാകരൻ്റെ അല്ല, അദ്ദേഹം അന്നേ MLA. പിന്നെ 4-5 വയസ്സായപ്പോൾ ആഭ്യന്തരമന്ത്രി, 4 പ്രാവശ്യം മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, MP ഇതൊക്കെ കണ്ട ആളാണ് ഞാൻ. അപ്പോൾ ഈ അധികാരങ്ങൾക്കൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്കറിയാം. കാരണം ഒരു മുകളിലേക്ക് പോയാൽ അതേ സ്പീഡിൽ താഴെ വരുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അതും ഞങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് ഈ ഉയർന്നു പോകുന്നൊന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. ഭഗവാൻ ഇതിൻ്റെ പിന്നാലെ ഒരു താഴ്ച എന്തായാലും വരും. ആ വീഴൽ ഭയങ്കര വീഴലായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതിനോടൊന്നും എനിക്ക് അത്ര വലിയ, പക്ഷേ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടം. അങ്ങനത്തെ പണികൾ, ഈ ആൾക്കാരോട് സംസാരിക്കാൻ പോകല്, ഇതൊക്കെ അച്ഛനെ എന്നെ ഏൽപ്പിച്ചിരുന്ന പല കാര്യം. അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ വയ്യ. പിന്നെ ഇഷ്ടപ്പെട്ട പാർട്ടി എനിക്ക് തോന്നിയത് BJP ആണ്. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയോട് എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ട് വളർന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അന്ന് തൊട്ടേ അതുകൊണ്ട് ചെറിയ അനുഭവങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ അന്ന് തൃശ്ശൂർ മുണ്ടശ്ശേരി മാഷ ജയിക്കുക. മുണ്ടശ്ശേരി മാഷ ജയിക്കുമ്പോൾ അച്ഛനന്ന് മാളയിലായിരിക്കും. ഞാനും ചേട്ടനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. മാർക്സിസ്റ്റുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ റോട്ടിൽ വന്നിട്ട് പടകം പൊട്ടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എറിഞ്ഞ് അപ്പം ഞാനൊക്കെ ഡൈനിങ് റൂം അടിയിൽ പോയിരിക്കും പേടിച്ചിട്ട്. കാരണം ഗ്ലാസ്സൊക്കെ പൊട്ടും. പറയുമ്പോൾ തലേ ദിവസം വരെ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്ന ആൾക്കാരാണ് ഈ എറിയണമൊക്കെ. അത് എനിക്കറിയാം, ലഹരിയുടെ പുറത്ത് ചെയ്യണം. പിറ്റേ ദിവസം വന്ന് കരയും ചെയ്യും നമ്മുടെ അവിടെ വന്നിട്ട്. അപ്പോൾ ഈ പാർട്ടി ഇങ്ങനെയാണ് എന്നൊരു തോന്നൽ കുട്ടിക്കാലത്തുള്ളിൽ വന്നതാണ്. അപ്പം അങ്ങനെ അതിലേക്ക് എന്തായാലും ഞാനില്ല. ആക്രമണോത്സവം അന്നേ എനിക്ക്, കാരണം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ആരും പറഞ്ഞ കാര്യമൊന്നുമല്ല, ഞാൻ ആരും പറഞ്ഞ കാര്യം ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം. അപ്പോൾ അത് എൻ്റെ മനസ്സിലേ പോയില്ല. അതുകൊണ്ട് പക്ഷെ പിന്നെ BJP എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരടുത്തറിഞ്ഞപ്പോൾ അവർക്ക് പൊതുവെ അങ്ങനെ ഒരു വർഗീയതയോ, അങ്ങനെയാണെന്ന് വെച്ചാൽ വർഗീയത ഏറ്റവും കളിക്കുന്ന ഇപ്പോൾ കോൺഗ്രസ്സാണ്. അവരിപ്പോൾ ഒരു വിഭാഗം ആൾക്കാരെ മാത്രം പിടിച്ച് കൊണ്ടുപോകണ രാഷ്ട്രീയം. ഇപ്പം നമ്മൾ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയത ഇത് കാണാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ജീവിക്കണമെങ്കിൽ അവർ വേണം. അപ്പോൾ അവരെ പറഞ്ഞ് തെറ്റിപ്പിച്ച് ഇപ്പോൾ എന്താ പറയണ്ട, എല്ലാ ദിക്കിലും അവരെ കൊണ്ടൊക്കെയല്ലേ BJP ജയിക്കണത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങ് വെറുപ്പിച്ച് വെച്ചിരിക്കുക. ഇപ്പം എൻ്റെ തന്നെ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടാ എൻ്റെ അമ്മ കുഴിയിൽ നിന്ന് ഇറങ്ങി വന്ന് തല്ലുവരെ ആ രീതിയിലുള്ള കമൻസ് ഒക്കെയാണ് പറയുക. അത് ചില മതവിഭാഗങ്ങളാണ് അത് ചെയ്യണത്. അവർക്കുള്ളൊരു എന്താ പ്രശ്നം എന്ന് ഞാൻ നോക്കിയിട്ട്, പലരും ഗൾഫിലൊക്കെ ജോലിയുള്ള ആൾക്കാരാണ്. അവർക്ക് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മളെ ചീത്ത വിളിക്കുക, ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. ആ സുഖം കിട്ടിക്കോട്ടെ എന്ന് ഞാനും വിചാരിക്കും. അതിനൊന്നും കമൻറ്റ് പറയാൻ പോകാറില്ല ഞാൻ. അവരൊക്കെ വിചാരം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വേദനിക്കും എന്നാണ്. അതിനേക്കാൾ എത്രയോ വേദനകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിയത്. ഞാൻ പറയില്ല, എൻ്റെ 5 വയസ്സ് 6 വയസ്സുള്ളപ്പം അച്ഛനെ കൊലക്കേസിൽ പ്രതിയാക്കി ഒളിവിൽ പോയത് ഇതൊക്കെ കണ്ടു വളർന്ന എനിക്ക് എന്നെ ഈ ചീത്ത പറഞ്ഞാൽ എവിടെ എൻ്റെ ദേഹത്ത് പോലും തൊടില്ല. അതൊരു അഹങ്കാരമല്ല, അത് ദൈവം എനിക്ക് തന്നൊരു കഴിവാണ് അത് ഇതാക്കാൻ. പിന്നെ ഞാൻ ആലോചിക്കും, എൻ്റെ അച്ഛൻ ഏറ്റവും സ്നേഹിച്ച ജനവിഭാഗങ്ങളാണ് എൻ്റെ ചീത്ത പറയുന്നത്. ഏറ്റവും സ്നേഹിച്ചതാണ് അച്ഛൻ. എനിക്കത് വ്യക്തമായിട്ട് അറിയാം ഇപ്പോഴും. അതുകൊണ്ട് എനിക്കെല്ലാവരുമായിട്ട്, ഞാൻ BJPയിലാണെങ്കിലും ഞാൻ എല്ലാവരുമായിട്ടും സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അത് ഏത് പാർട്ടിയിലും ഉണ്ട് എനിക്ക്. മാം, അവിടെയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. മാമിന്റെ ഏറ്റവും വലിയ മേൽവിലാസം ഇനിയിപ്പോൾ എത്ര കാലം പ്രവർത്തിച്ചാലും അത് കരുണാകരന്റെ മകൾ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒന്ന് കരുണാകരൻ കോൺഗ്രസിന് ചെയ്തത് എന്താണെന്നറിയാം. അതെ, കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ BJPയുടെ പ്രതിപക്ഷം. അതെ. അപ്പൊ ആ ഒരു മാറ്റത്തെ അച്ഛന്റെ മകൾ എന്നുള്ള രീതിയിൽ അച്ഛനോട് അടുപ്പമുള്ളവർ ഒരിക്കലും നല്ല രീതിയിലല്ലല്ലോ അതിനെ സ്വീകരിക്കുക. അച്ഛന്റെ കണ്ടംപററീസ് ആയ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരോട് എന്താ വിശദീകരിക്കുക, അല്ലെങ്കിൽ അവരോട് എന്ത് പറയും, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു? ഇല്ല, കാരണം അവരാരും എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല. ഞാൻ ഈ വിഷമിച്ച് ഞാൻ സങ്കടപ്പെട്ട് പലരുടെ അടുത്തും എല്ലാ
ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയിട്ടും അവരെനിക്ക് ചെവി പോലും തന്നില്ല. അവർക്ക് എന്ത് തോന്നുന്നു പിന്നെ എനിക്ക് തോന്നേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരു നമുക്ക് നോക്കാം പിന്നെ ചെയ്യാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയിൽ, കാരണം മുഖത്തോക്കി പറയാനും വയ്യ ലീഡറുടെ മകളല്ലേ വെച്ചിട്ട്. പക്ഷേ ഉള്ളിൽ കൂടെ ചെയ്യുന്ന പ്രവൃത്തി പല കാര്യങ്ങൾ അവർ എന്നെ ദ്രോഹമല്ല അവർ ചെയ്തത്. പക്ഷേ എൻ്റെ ഈ കാര്യത്തിന് പരിഹാരം ഞാൻ പലപ്പോഴും കംപ്ലൈൻറ്റുകൾ എഴുതി കൊടുക്കും പാർട്ടിക്ക്. അത് നേരെ ചവറ്റുകൊട്ടയിലേക്ക് പോകും. ആ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ദിവസം KPC പ്രസിഡൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറയും, ഇല്ലയെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ നേരിട്ട് ചോദിച്ചോളാം. അപ്പോൾ ആൾക്കെന്നെ വല്ലാത്ത വിഷമമായിപ്പോയി കണ്ടപ്പോൾ. ആൾ പറഞ്ഞു, ഇല്ല നീ അങ്ങനെ കരയല്ലേ. ആൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളോട് നന്നായി പെരുമാറിയ ആൾക്കാരും ഉണ്ട് അതിൽ. അല്ലെങ്കിലും എനിക്ക് പ്രസ്ഥാനത്തിനോട് എനിക്കൊരു ദേഷ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ സാമ്പത്തിക ഇത്, എന്ത് കൊടുത്താലും പൈസ കൊടുത്താൽ സ്ഥാനം കിട്ടുക, പൈസ കൊടുത്ത് കോർപ്പറേഷനിലെ സീറ്റുകൾ വിൽക്കുക, ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് പ്രാന്തായി. ഞാൻ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് കണ്ട് വളർന്ന ആളല്ല. എൻ്റെ മുമ്പിലിരുന്ന് കണക്ക് പറഞ്ഞ് കോർപ്പറേഷന് പൈസ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയൊന്നും എൻ്റെ അച്ഛൻ പണ്ട് നോക്കാറ്, വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നല്ല പേരാണോ അയാൾക്ക്, ഇതൊക്കെയാണ് അച്ഛൻ്റെ മാനദണ്ഡങ്ങൾ. പാർട്ടിക്ക് വേണ്ടി എത്ര കാലം വർക്ക് ചെയ്തു, ആ സ്ഥാനത്ത് ഒരു പണിയെടുക്കാത്ത ആൾക്കാർ പല ആൾക്കാരും വന്നിട്ട് ഇത്ര പൈസ കൊടുക്കുമ്പോൾ സീറ്റ് കൊടുക്കണ രീതി, അതൊന്നും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ചേർന്നതല്ല. അതാണ് ഈ പാർട്ടിയുടെ നാശത്തിന് കാരണം ഇപ്പോഴത്തെ. പിന്നെ തമ്മിൽ എന്താ വഴക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പിന് നമ്മൾ ആരെങ്കിലും ഒരു അതെ, അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെയും രമേശ് ചെന്നിത്തലയും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പൊ ഓരോ നേതാക്കന്മാർക്കും ഓരോ ഗ്രൂപ്പാ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ജില്ലാതലത്തില് ആ വിധത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഷാഫി പറമ്പലിന് ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ്, VD സതീശന് ഒരു ഗ്രൂപ്പ്, അങ്ങനെ തന്നെയാണെന്നാണോ? രാഹുൽ മാങ്കൂട്ടം ഷാഫി ലിങ്ക് ആണല്ലോ. അങ്ങനെ, അതായത് സ്വയം പ്രൊമോട്ട് ചെയ്യണം അവര്, പാർട്ടീനെ അല്ല പ്രൊമോട്ട് ചെയ്യണം, വ്യക്തികളെയാണ് പ്രൊമോട്ട് ചെയ്യണത്. പ്രസ്ഥാനത്തിനെ ആർക്കും വേണ്ട. പ്രസ്ഥാനം എന്നിൽ കൂടെ വേണേൽ വളർന്നാൽ മതി എന്നാണ്, അല്ലാണ്ട് പ്രസ്ഥാനത്തിൽ കൂടെ ഞാൻ വളരുക എന്നല്ല ഇവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം അതൊക്കെ കോൺഗ്രസിനെ വല്ലാണ്ട് ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വന്ന ആളുകൾ, നേതാക്കന്മാർ, കയ്യിൽ പൈസ ഉണ്ടോ, നമുക്കൊരു 5 കൊല്ലം കൊണ്ട് കോൺഗ്രസ്സിൽ നല്ല നേതാവാം. സോഷ്യൽ മീഡിയ എല്ലാ വഴിയും, സാധാരണക്കാരനത് പറ്റില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ കൂടെ എത്ര പൈസ വേണമെന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പ്രത്യേക മതവിഭാഗക്കാരെയാണ് കൂടുതൽ. പൊതുവേ അവർ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗൾഫിൽ നിന്നുള്ള ഇത്, പിന്നെ ആ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ വെച്ചിട്ട് BJPനെ എന്തോ ഒരു വെറുക്കപ്പെടേണ്ട ഒരു ഇതാണ് എന്ന് കോൺഗ്രസ് അവരുടെ തലയിൽ പറഞ്ഞിങ്ങനെ കയറ്റിയിരിക്കുകയാണ്. കാരണം അവരുടെ നിലനിൽപ്പാണ്, അവരെ കുറ്റം വേണ്ട കാര്യമില്ല, അവരുടെ നിലനിൽപ്പാണ്. അവരുടെ കൂടെ ഇപ്പോൾ വേറെ ആരും ഇല്ല പറഞ്ഞ മാതിരി. അപ്പം അതിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ടാണ് ഈ പക്ഷേ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി BJP ആണ് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞാൽ ചെയ്യുന്നത് എന്നൊരു തോന്നൽ വന്നപ്പോൾ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി. അതിന് BJPയുടെ ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ സുരേഷ് ഗോപി നമുക്ക് മനസ്സിലാക്കാം. ഇനി ശരി, സിനിമയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ഒരു മാസം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഇത്ര വോട്ട്? 99,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിന് കിട്ടുന്ന സ്ഥലത്ത് ഇപ്രാവശ്യം 16-17 കുറഞ്ഞു. എങ്ങനെയാണ് ആറ്റിങ്ങൽ V മുരളീധരൻ എത്ര വോട്ട് പിടിച്ച്, ശോഭ എങ്ങനെയാണ് എത്ര വോട്ട് പിടിച്ച്? അപ്പോൾ ആ വോട്ടിൻ്റെ ശതമാനം നല്ലോണം ജനങ്ങൾ BJPയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് കോൺഗ്രസ്സിന് ഈ ഒരു മരത്തെന്താ വൃത്തികേട് അവരെ കൊണ്ട് പറയിപ്പിക്കാനും, ഈ സാധാരണ ആളുകൾക്ക് എന്താ അറിയാം, ഒരു നേതാക്കന്മാർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കണം. കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ നമ്മുടെ ഒരു നേതാവ് വന്നാൽ അവരുടെയൊക്കെ ഒരു സന്തോഷം, അവരെന്തോ ഒരു ദൈവത്തിനെ കാണുന്ന മാതിരിയൊക്കെ അവർ. അപ്പോൾ അവർ പറയണത് അവർ വിശ്വസിക്കും. ബാക്കി എന്താണ് സത്യം എന്ന് പോലും അവർ ആലോചിക്കണില്ല. ഈ സാധാരണക്കാരുടെ തെറ്റിദ്ധാരണ പറ്റി പറഞ്ഞപ്പോൾ ചോദിച്ചോട്ടെ, മാമിന് തന്നെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് സാധാരണക്കാരുടെ മാമിന് ഒരുപാട് ധനമുണ്ട്,
അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് വളരെ സുഖലോലിപിയായിട്ടാണ് ജീവിച്ചു വന്നിട്ടുള്ളത്. വലിയ സാരി കളക്ഷൻ, ആഭരണ കളക്ഷൻ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇത് പലതവണ മാം തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇത് വന്നുകൂടുന്നുണ്ട്. റിച്ച് പൊളിറ്റീഷ്യൻ ആണ്, അങ്ങനെ ഒരു മുഖം വന്നുപോയി. അത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ബാധ വന്നതാണ് പ്രശ്നം? ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഉടുത്ത സാരിക്ക് 1700 രൂപയുള്ളൂ. ഞാൻ ഉടുക്കുന്ന പല സാരികളും 1000-ന്. പക്ഷെ എനിക്ക് നല്ല സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഗോൾഡ് ഞാൻ ഇടുകയില്ല. എൻ്റെ ദേഹത്ത് നിങ്ങൾ കണ്ട ഏതെങ്കിലും, എൻ്റെ ഈ വള പോലും ഗോൾഡല്ല, ഈ മാല മുത്തുമാല അല്ല, ഇത് ഗോൾഡല്ല. എൻ്റെ ആകെയുള്ളത് ഗുരുവായൂരപ്പൻ്റെ ഒരു മോതിരം, ഇത് മാത്രമാണ് ഗോൾഡ്. ഗോൾഡിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോയിൽ കണ്ടാൽ പോലും അറിയാം, ഒരു മാലയും ഒരു ലോങ് മാലയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ എൻ്റെ നിറം അതൊരു വലിയ ഇഷ്യൂ എനിക്ക്. ഞാനൊരു ദിവസം പറഞ്ഞത് കരി വാരിത്തിച്ചിട്ട് ഇറങ്ങിയാലോ എന്ന്. കാരണം എന്താ പറയുക, അതായത് എനിക്ക് എൻ്റെ നിറം കിട്ടിയത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിന്നാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മ ഭയങ്കര കളറാണ്, ഞാനൊന്നും അതിൻ്റെ അടുത്ത് എത്തില്ല. ഞാൻ പറയും ഇരുട്ടത്തിരുത്തിയാൽ മതി. അതെ. അപ്പം അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഏത് മോശം സാരി കൊടുത്താലും അത് എടുത്തിങ്ങനെ കാണിക്കും, മനസ്സിലായി? അപ്പം സാരി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ആർക്കെങ്കിലും എന്തിനോടെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് തുണികളോട് ഇഷ്ടമാണ്, പക്ഷെ ഗോൾഡിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. പിന്നെ എൻ്റെ അച്ഛൻ പണക്കാരനല്ല, അത് ആദ്യം മനസ്സിലാക്കണം. എൻ്റെ അച്ഛൻ ഒരു കറപ്ഷനും ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ജനിക്കുമ്പോൾ ഞാൻ MLA ആയതുകൊണ്ട് ആ സുഖ സൗകര്യങ്ങളും അതന്നെ എൻ്റെ ചേട്ടന് കിട്ടിയിട്ടില്ലേ, മനസ്സിലായ? എൻ്റെ ഹസ്ബൻഡിനുള്ളതിനേക്കാളും സാമ്പത്തിക സ്ഥിതി ചേട്ടൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, മനസ്സിലായ? പിന്നെ എൻ്റെ അച്ഛൻ നല്ല വൃത്തിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരാളാണ്, ഉള്ള വെള്ള ഡ്രസ്സ്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയില്ല. ആ സ്വഭാവം മുരളിയേട്ടന് കിട്ടി, അച്ഛൻ്റെ സ്വഭാവം എനിക്ക് കിട്ടി, അതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ നല്ല വെൽ ഡ്രസ്ഡാണ് എപ്പോഴും. പക്ഷെ ഗോൾഡില്ല, ആ ഗോൾഡ് വിട്ടേക്ക് ഞാൻ ഗോൾഡേ ഇടില്ല പൊതുവെ. വല്ല കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ബന്ധുക്കളുടെ മാത്രം ഇടും എന്നല്ലാണ്ട് ഗോൾഡിനോട് എനിക്ക് ഒരു പ്രാന്തവും ഇല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഈ ഒരു വാച്ചിൻ്റെ നടക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് 1000 എത്രയേ ഉള്ളൂ എൻ്റെ വാച്ചിൻ്റെ വില. പക്ഷെ ഞാനത് ഇട്ട് കഴിഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം ആയിപ്പോവും. അതെ അതെ അതെ, അതാണ് പ്രശ്നം. എൻ്റെ ഈ നിറാണ് എൻ്റെ പ്രശ്നം, അതെനിക്കറിയാം. പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അവസാനം എൻ്റെ കൂടെ നടന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് മനസ്സിലായി എൻ്റെ ഒറിജിനൽ കളറാണ്. അപ്പോൾ അവരെന്നിട്ട് പറഞ്ഞു, നടന്ന് ചേച്ചി വീണ്ടും വെളുത്തു, ഞങ്ങളൊക്കെ കറുത്തു എന്ന്. അപ്പം വേറെ ആൾ പറഞ്ഞു, അതെ ചേച്ചി ഒറിജിനലാന്ന് ഇപ്പം മനസ്സിലായില്ലേ. അപ്പം തൃശ്ശൂരുകാർക്ക് ഇപ്പം എന്നെ അറിയാം നന്നായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ തെറ്റിദ്ധരിക്കപ്പെട്ട കഴിഞ്ഞോട്ട് ഇലക്ഷൻ വന്നപ്പോൾ മാമിന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തായിരുന്നു, അനൂപ് എന്നാണ് എൻ്റെ പേര്. അപ്പം പറയുന്നത് നമ്മൾ ഒരുപാട് ടാൻ അടിക്കുന്നുണ്ട്, ചേച്ചിക്ക് ടാൻ അടിക്കുന്നില്ല. അതെ, ഫോട്ടോഗ്രാഫേഴ്സ് അത് പറയും. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ചേച്ചി ഞങ്ങൾ ലൈറ്റ് ഇത്തിരി കുറയ്ക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, എൻ്റെ നിറം ആൾക്കാർ കാണുന്നതുകൊണ്ട് എന്താ പ്രശ്നം, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം ഞാൻ പറയും, മുഖത്ത് എന്തെങ്കിലും ചെയ്യും, എൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് നോക്കും, അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ രീതിയിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്യാനും പോയിട്ടില്ല. ഞാനൊരു എന്താ പറയുക, രാഷ്ട്രീയത്തിൽ അത് പാടില്ല എന്ന് പറയും. ഞാൻ ഒത്തിരി ആൾക്കാരെ സഹായിക്കണതും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് ഒന്നും ഞാൻ കൊടുത്തില്ല. അതായത് അത് എനിക്ക് പറ്റിയൊരു തെറ്റാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല മാം, ഇപ്പം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും 33-35 കൊല്ലമായിട്ടുള്ള സ്റ്റാഫൊക്കെയാണ്. അവര് മാമിന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പൊതുസമൂഹം അറിഞ്ഞത് പോലും വന്ന് ജോൺ ബ്രിട്ടാസ് ആയിട്ടുള്ള അഭിമുഖത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം അത് എവിടെയും വന്നിട്ടില്ല. പക്ഷെ വേറെ 2 വയസ്സായപ്പോൾ വന്ന ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അന്ന് വരുമ്പോൾ ആൾക്ക് 10-14 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ അവരുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഞാനിവിടെ ആഘോഷിക്കും. കാരണം ഇത്രയും കൊല്ലമായിട്ട് നമ്മുടെ കൂടെ വന്നതല്ലേ. ഇപ്പം ട്രിവാൻഡ്രത്തെ വീട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താ കാരണം, അവർ അച്ഛൻ്റെ കൂടെ ജീവിച്ച് അവർക്ക് വേറെ ലോകം അറിയില്ല. ഒരു പ്രായമായപ്പോൾ അച്ഛൻ മരിക്കണം, അവരൊക്കെ ഞാൻ അവിടെ ശമ്പളം കൊടുത്ത് ഫുഡും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അത് കാരണം അച്ഛനെ നോക്കിയതിൻ്റെ ഒരു നന്ദിയുണ്ട് എൻ്റെ മനസ്സിൽ. അവർ പൊന്നുപോലെ എൻ്റെ അച്ഛനെ നോക്കിയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും ഞാൻ ആരുടെ അടുത്തും TV-യിലും ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. പക്ഷെ എന്നാൽ അത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ അതിലിടില്ല. ഞാൻ മറ്റേ കൊറോണ സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ്, മൊബൈല്, ഞാൻ കുറേ മൊബൈലൊക്കെ കൊടുത്തു. എനിക്ക് ചിരി വന്നത്, വേറെ അദ്ദേഹം വന്നിട്ട് ഒരു മൊബൈൽ കൊടുത്തത് ഭയങ്കര വൈറലായി. അപ്പം എല്ലാവരും എൻ്റെ ചേച്ചി എത്ര, അപ്പം ഞാൻ പറഞ്ഞു, ഒരാളുടെ ദാരിദ്ര്യം നമ്മൾ മുതലാക്കരുത്, പാവപ്പെട്ട കുട്ടികളല്ലേ വന്ന് ഇതാക്കണേ. ഞാൻ കൈ കൊണ്ട് തൂക്കിയിട്ട് എൻ്റെ കൂടെ ഒരു സ്റ്റാഫും കൂടിയിട്ട് ഓണ സമയത്ത് ഞാൻ കോളനികളിൽ കിറ്റ് കൊടുക്കാൻ പോകും.
ഞാൻ തന്നെ പൈസ, എൻ്റെ കയ്യിൽ തന്നെ പൈസ. എല്ലാവരും അല്ല, ഞാൻ പൈസ, എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പൈസയാണ്. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലെയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയും, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ മുഴുവൻ ഇത് അടി കൂടെ പാവങ്ങൾക്ക് എടുത്ത് കൊടുക്കും എന്ന് പറയും തമാശയ്ക്ക്. അതൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് തൃശ്ശൂരുകാരെ അതുകൊണ്ടായിരിക്കും ഈ എത്ര ചവിട്ടിയും കുത്തി ഞാൻ എന്നെ 900 വോട്ടിനെ തോൽപ്പിക്കാൻ പറ്റിയുള്ളൂ അവർക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറേ കഴിയുമ്പോൾ ജനങ്ങൾ എന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്തെങ്കിലും അതൊക്കെ സത്യം. പക്ഷെ അവസാന സമയം ഇപ്പോൾ വല്ലാത്തൊരു പരിഗണന വന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. 900 വോട്ടിന് തോറ്റ സമയത്ത് വല്ലാതെ പരിഗണന ഉണ്ടായിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും കുറവ് വോട്ടിന് ഞാനത് ഒറ്റ. അതെ, UDF. അപ്പോൾ അതിനീ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. അതെ, ഞാൻ പറഞ്ഞില്ലേ, കുറേ നല്ല നേതാക്കന്മാരുണ്ട്. ഇതിൻ്റെയൊക്കെ ട്രെയിനിൽ എന്നെ കണ്ടപ്പോൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ ഏത് പാർട്ടി, നീ അത്രയും ചവിട്ടും കുത്തും സഹിച്ചിട്ടാണ് പോയതെന്ന് എനിക്കറിയാം. നീ വേറെ പാർട്ടിയിലാണെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ. അവരൊക്കെ ആ കുട്ടിക്കാലത്തുള്ള സ്നേഹമാണ്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ഇതിൽ. അവരൊക്കെ വിട്ടുപോകുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ കുറേ നേതാക്കന്മാരെ എനിക്ക് തീരെ പിടിക്കില്ല. അതാണ് പ്രശ്നം. ഈ ഇപ്പോൾ ഇ.കെ. നായനാർ സാറിനും അതുപോലെ തന്നെ ലീഡർ സാറിനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നർമ്മബോധം ഉണ്ടായിരുന്നു. എത്ര വലിയ കാര്യങ്ങളെ അദ്ദേഹത്തിനോട് 30 വർഷങ്ങൾ അല്ല 40 വർഷങ്ങളെ തിരിഞ്ഞു നോക്കാൻ പറയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് ഇന്നും വിഷുക്കാലത്ത് ഒരു ഭയങ്കര വൈറലായ ഒരു ക്ലിപ്പാണ്. അത്രയും നർമ്മബോധം ഉണ്ടായിരുന്നു, അത്രയും ലൈറ്റ് ആയിട്ടായിരുന്നു വലിയ വിഷയങ്ങൾ എടുത്തിരുന്നത്. അങ്ങനെയുള്ള ഒരു ബോധ്യം കൂടിയുണ്ടല്ലോ, അതും മിസ്സാവുന്നത് ഇപ്പോഴത്തെ നേതാക്കളിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നേതാക്കന്മാർ തമ്മിലൊന്നും ഒരു പാർട്ടിയിൽപ്പെട്ടവർ തമ്മിലേ, പിന്നെയല്ലേ മറ്റേ പാർട്ടിയിലുള്ളവർ. ഞാൻ കഴിഞ്ഞ മാസം കണ്ണൂർ പോയപ്പം ഞാൻ ശാരദ ആൻറ്റീനെ കാണാൻ പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ അവരുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ സത്യം ഞാൻ എനിക്ക് കരയണം തോന്നിയോടിയിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് കണ്ട് കവളത്ത് ഉമ്മ വെച്ച്, എന്നിട്ട് അവരുടെ ഓഫീസ് റൂമിലൊരു ഫോട്ടോ വെച്ചിട്ടുള്ളത് നായനാർ സാറ് നടുവിൽ, അച്ഛൻ ഇപ്പുറത്ത്, ആൻറ്റി ഇപ്പുറത്ത്. ആ ഫോട്ടോ വെച്ചിരിക്കുക അവിടെ. ആ ഒരു ബന്ധം ഇന്നത്തെ എത്ര നേതാക്കന്മാർ തമ്മിലുണ്ട് ഡൽഹിയിൽ. എനിക്കറിയാം അച്ഛന് ബന്ധമുള്ള കാരണം ഞാൻ അമ്മ മരിച്ച പിന്നെ അച്ഛൻ്റെ കൂടെ ഞാനായിരുന്നു 17 കൊല്ലം. എനിക്ക് അച്ഛന് ഇവരൊക്കെ ആയിട്ടുള്ള ആത്മബന്ധം എനിക്കറിയാം. അപ്പം അതൊക്കെ കണ്ടു വളർന്ന എനിക്ക് ഈ തമ്മിൽ പോലും ഒരേ പാർട്ടിയിൽ നിന്നിട്ട് പോലും ആത്മാർത്ഥമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ, ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ അച്ഛൻ്റെ ഇത് ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ ഒരു TV എനിക്ക് നാണക്കേടായിട്ട് അന്ന് അവരൊന്നും ഇതിലൊരു റോളും ഇല്ല. ആകെ ആ DC പ്രസിഡന്റ് മാത്രമാണ് ഓടി നടന്ന്. പക്ഷെ അതിൻ്റെ സമയമായപ്പോൾ ഇടിച്ചടി. പിന്നെ വേറെ സങ്കടം എനിക്കുണ്ടായത്, അച്ഛൻ്റെ സ്മാരക മന്ദിരത്തിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ നടന്ന് എല്ലാവരെയും കണ്ടു, ഒരാൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. പാർട്ടിയിൽ പ്രസംഗിക്കും, ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം, കഴിഞ്ഞു. വേറൊരു നേതാവ് എൻ്റെ പിന്നിലിരുന്ന്, ഒരു യുവ നേതാവ് പറഞ്ഞ്, അങ്ങോർക്ക് എന്തിനാ ഇത്ര വലിയ കെട്ടിടമൊക്കെ, ഒരു ചെറിയ ഒരു റൂമാണ് എന്തെങ്കിലും കെട്ടിയാൽ പോരെയെന്ന്. ഞാൻ കേട്ടു എന്നുള്ള അയാൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഇതൊക്കെ എൻ്റെ ചെവി കൊണ്ട് കേട്ട കാര്യം. ഇപ്പോൾ തൃശ്ശൂർ കോട്ടയുടെ അവിടെ വെച്ചിട്ടുള്ള പ്രതിമയിൽ ഒരു ബൾബ് സ്ഥാപിക്കാൻ പോലും ഒരുപാട് ശ്രമിക്കേണ്ടത്. ഞാൻ കുറേ പ്രാവശ്യം ഞാൻ തൃശ്ശൂരുണ്ടായിരുന്നപ്പോൾ ഞാൻ തന്നെ അത് കഴുകി, ഞാൻ തന്നെ പിള്ളേരെ വെച്ച്, നമ്മുടെ പിള്ളേരുണ്ട് കുറച്ച്, അവർക്ക് പൈസയും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് ഞാനാ വൃത്തിയാക്കിക്കുക. ഇവരൊന്നും തിരിഞ്ഞു നോക്കില്ല. തൃശ്ശൂർ ഇത്രയും കാലം അച്ഛൻ്റെ ഒരു റോഡിനെ ഒരു പേരിട്ടുണ്ടാരെങ്കിലും ഇല്ല. അപ്പം മനസ്സിലായാൽ മതി, കെ കരുണാകരനോട് അവഗണന കാണിച്ചവർക്ക് പിന്നെ ഞാനൊക്കെ എന്താ. ഇപ്പം രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ഒരു സൂത്രം ഒക്കെ ഉണ്ടല്ലോ, അതായത് അച്ഛൻ്റെ പേരും ഉപയോഗിക്കുന്നത് കോൺഗ്രസിൽ അത് വളരെ പ്രസിദ്ധവുമാണ്. ഏതാണ്? അച്ഛൻ്റെ പേരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ തന്നെയാണ് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ തൊട്ടേയുള്ള പേര്. പക്ഷെ കോൺഗ്രസിന്റെ ഒരു സ്വഭാവം വെച്ച് അച്ഛൻ്റെ പേര് ഇപ്പൊ കെ പത്മജ എന്നോ പത്മജ കെ എന്നോ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു കുതിച്ചുചാട്ടം ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നതിന്റെ സാഹചര്യം മനസ്സിലായത്. ബോധപൂർവ്വം അതെന്താ ഒഴിവാക്കിയത്? അല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പൊതുവെ ഭർത്താവിൻ്റെ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ കെ കരുണാകരൻ്റെ മകളെന്ന് എല്ലാവർക്കും അതെ. പിന്നെ എൻ്റെ നെറ്റിയിൽ എഴുതി വെക്കേണ്ടല്ലോ എൻ്റെ കാര്യം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പേര് അത് ഞാൻ മാറ്റൂല മരിക്കുന്നവർ. അത് എന്ത് ലാഭത്തിന് എന്തിനു വേണ്ടിയിട്ടായാലും ഞാനത് മാറ്റില്ല. അത് മുരളിയേട്ടനും അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ തറവാട്ട് പേരാ വെക്കുക, അമ്മയുടെ തറവാട്. കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ കോവിത്തൽ. ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ല. ഈ സുരേഷ് ഗോപിയും മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു സമവാക്യം അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലാണ് ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ
പ്രതികരണങ്ങളെ ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല ഒരു അന്തരീക്ഷമല്ല ഇപ്പൊ മാധ്യമങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ളത്. അതെ. എന്താ സുരേഷ് ഗോപി മാധ്യമങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചേച്ചി സംസാരിക്കുക? അതായത് സുരേഷ് ഗോപി എന്ന വ്യക്തിനെ എനിക്ക് എത്രയോ കാലങ്ങളായിട്ട് അറിയാം. കുറച്ചൊന്നുമല്ല, കുറെ കാലങ്ങളായിട്ട്. അച്ഛന്റെ പിറന്നാളിന് പിന്നെ എപ്പോഴും വരും വീട്ടില്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ആ മകള് മരിച്ചപ്പോൾ പോലും വന്ന് സങ്കടം പറഞ്ഞ് കരഞ്ഞ എൻ്റെ അച്ഛൻ്റെ അടുത്താ. ഞാൻ ആ സ്ഥാനത്ത് ഞാനിങ്ങനെ നോക്കിയിരിക്കുക. എൻ്റെ അമ്മ മരിച്ച സമയം കൂടിയാണത്. എൻ്റെ അച്ഛൻ അന്ന് ആക്സിഡൻറ്റ് പറ്റി കിടപ്പ്. ഇതെല്ലാം എൻ്റെ മനസ്സിലാകുന്നത് ഞാൻ പുറത്തേക്ക് പറയുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ മനുഷ്യന് ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പം കണ്ട, ഞാനിത് ചിലപ്പോൾ സൂചിപ്പിക്കാൻ വേണ്ടി പറയും, ഇത് നീല കളറല്ല കേട്ടോ, ഇത് കറുപ്പാണ് പറഞ്ഞാൽ അങ്ങോട്ട് പറയും, അല്ല ഇത് നീല കളർ തന്നെയാണ്. അതായത് അയാൾ സത്യം പറയും. പിന്നെ ഭയങ്കരമായിട്ട് ഓപ്പണായിട്ടാണ് ഇത് പറഞ്ഞാൽ എനിക്ക് ദോഷമാണ്, അല്ലെങ്കിൽ ഞാൻ സത്യം പറയും, അതുകൊണ്ട് എനിക്ക് എന്ത് ദോഷം വന്നോട്ടെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അയാൾക്ക് പണ്ട്. അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് പറ്റിയതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരെ നമുക്ക് മാറ്റാൻ പറ്റും, ഓരോരുത്തരുടെ രീതിയല്ലേ. അപ്പം നമ്മളൊക്കെ രാഷ്ട്രീയക്കാരായിട്ട് വളർന്നുകൊണ്ട് നമുക്കറിയാം അതെങ്ങനെ പറയണം എങ്ങനെ പറയണ്ട എന്നുള്ളത്. അദ്ദേഹം വളരെ കാലിലായിട്ടുള്ള ആക്റ്റീവായിട്ട് വന്നിട്ട് അദ്ദേഹം ഇനി പഠിച്ചു വരണം. ഇത് അത്രയും എനിക്ക് ഇതിനെപ്പറ്റി പറയാം. എനിക്ക് കാണുമ്പോൾ എനിക്കും വിഷമം തോന്നാറുണ്ട്. കാരണം പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ കാണുന്ന കണ്ണ് ശരിക്കുള്ള സുരേഷ് ഗോപിയാണ് ഞാൻ കാണുമ്പോൾ. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരനെയല്ല ഞാൻ കാണുന്നത്. അയാളൊരു പച്ചയായ മനുഷ്യൻ എന്ന് പറയില്ലേ നമ്മൾ, അതാണ് അയാൾ. ഈ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അതെപ്പോഴെങ്കിലും ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്? തോന്നിയിട്ടുണ്ട്. കാരണം അത് പൊതുവെ ഏത് പെണ്ണുങ്ങളെ ജയിച്ചു വന്നിട്ടില്ല. വളരെ കോൺഗ്രസിൽ അതാണ് പാരമ്പര്യം. ഇപ്പൊ ആ ബിന്ദു കൃഷ്ണ ഏറ്റവും നല്ലൊരു വർക്കറാണ്. ഷാനിമോൾ ഉസ്മാനാണ്. അവർക്ക് ഇതുവരെ ജയിക്കാൻ പറ്റിയോ? ഷാനിമോൾ മാത്രം ഉപതെരഞ്ഞെടുപ്പിൽ എന്നെല്ലാവരും കൂടി, ഇല്ലെങ്കിൽ നാണക്കേടാൻ കോൺഗ്രസ് നാണക്കേട്, അതുകൊണ്ട് അന്ന് ജയിപ്പിച്ചു എന്നല്ലാണ്ട് പിന്നെ ഒരു പെണ്ണിനെ അവർ ജയിക്കാൻ വിടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് കൊണ്ടാണ് അച്യുതാനന്ദനെതിരെ ലതികേനെ കൊണ്ടിട്ട് എന്തൊരാണ് നിൽക്കാത്ത അവിടെ? അപ്പം അത് തോക്കാനുള്ളതാണ്. പെണ്ണുങ്ങൾ എന്നാൽ ആ സീറ്റ് അങ്ങനെ ആയിക്കോട്ടെ, പെണ്ണുങ്ങളല്ലാതെ ഏറ്റെടുത്തുള്ളൂ നിൽക്കാൻ. ലതിക ആയതുകൊണ്ടാണ് അത് ഏറ്റെടുത്തതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കണേ. അതിന് ഞാൻ എപ്പോഴും പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ നേർച്ചക്കോഴികളാണ് കോൺഗ്രസ്സിൽ. അവർക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അവർക്ക് അവിടെയൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടിടും. പിന്നെ എൻ്റെ പറ്റിയത് വേറൊരു കാര്യം കൂടി ഉണ്ട്. തൃശ്ശൂർ പേരൊന്നും ഞാൻ പറയില്ല, പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിക്കുള്ളൂ. അവിടെ ഒരു നേതാവുണ്ട്, അദ്ദേഹം മാത്രമേ അവിടെ ജയിക്കാൻ പാടുള്ളൂ. അപ്പം അദ്ദേഹം സ്നേഹിച്ച് നിന്ന് നമ്മളെ പറ്റിക്കും, ദേഷ്യപ്പെട്ട് നിന്ന് പറ്റി, രണ്ടും. അയാളല്ലാണ്ട് ആരും അയാൾ മരിക്കുന്നവരെ ജയിക്കാൻ പാടില്ല. അതാണ് കാര്യം. അപ്പം ഇത്രയും കൊല്ലം ഇവരുടെ ഇടയിൽ കിടന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഒക്കെ അയാൾ വെച്ച ആളാണ്. നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ലേ. ആ സ്ഥലത്താണ് ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് എനിക്ക് വലിയ നിരാശയില്ല. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ നിന്നിട്ട്. അതാണ് എല്ലാവരും പറയും നല്ലൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയത്. നല്ലൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയത് അന്നും എന്താ പറയണ്ടത്, BJPയുടെ വോട്ട് വാങ്ങിയിട്ടും പിടിച്ചിട്ടൊക്കെയാണ് കോൺഗ്രസ്സുകാർ അന്ന് അവിടെ ജയിച്ചിരുന്നത്. ഇപ്പം BJPയിൽ എത്തിയപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പറഞ്ഞു, അങ്ങനെ ഒരാളുള്ള സ്ഥലത്ത് എന്നെ ശരിക്കും കൊണ്ട് ഇട്ട് അങ്ങർക്ക് ഇപ്പം ഞാനെന്നല്ല വേറെ മുരളിയേട്ടൻ വന്നില്ലേ, മുരളിയേട്ടൻ വന്ന എന്തുകൊണ്ട് മുരളിയേട്ടൻ മൂന്നാമത് പോയി? മുരളിയേട്ടൻ ഇല്ല എന്നൊക്കെ പറയും സൂചിപ്പിക്കാൻ വേണ്ടി. ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാവത്തിന് അതേ പറയാൻ പറ്റുള്ളൂ. ആളെയും നല്ലോണം പറ്റിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് വരുന്ന സമയത്ത്, അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മുരളിയേട്ടൻ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുത്, മുരളിയേട്ടനെ അവർ പറ്റിക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ വരില്ല, ഞാൻ പറ്റിങ്ങ അമ്മയുടെ അച്ഛൻ്റെ അവിടുത്തെ കല്ലും കൂടി എടുത്തോണ്ട് പോയാലോ എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ ആള് എങ്ങനെയാണ് അവിടെ എത്തിയെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഇപ്പോഴും എൻ്റെ സഹോദരൻ അത് മനസ്സിലായിട്ടില്ല. ഇത് പറഞ്ഞാൽ അങ്ങോരെന്നെ അടുത്ത് ചീത്ത വിളിക്കുന്നത് എനിക്കറിയാം.